ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSEB എക്സാമുകളിൽ ആവർത്തിച്ചു വരുന്ന 25 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. ഓപ്ഷൻ 25, 10, 15, 50. ഏതാണ്? ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ മിനിമം എത്ര മെമ്പേഴ്സ് വേണം? ഓപ്ഷൻ 10 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഹു ഈസ് കൺസിഡേർഡ് ആസ് ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ്? ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹഡ്സൺ ഗല്ലി, ഹൊറൈസ് പങ്ക്ലറ്റ്, റൈഫിസൺ, വില്യം കിങ്. ആരാണ്? വില്യം കിങ് ആണ് ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് ദ അതോറിറ്റി ടു അമെൻഡ് ദ ബൈലോ ഓഫ് സൊസൈറ്റി? സൊസൈറ്റിയുടെ ബൈലോ അമെൻഡ് ചെയ്യാനുള്ള അതോറിറ്റി ആരാണ്? റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി, മാനേജിംഗ് കമ്മിറ്റി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ജനറൽ ബോഡി. ഏതാണ്? ജനറൽ ബോഡിയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്? പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയിൽ എത്ര മെമ്പർമാരുണ്ടായിരിക്കും? 3 to 5, 3 to 6, 5 to 10, 25 to 50. 3 to 5 മെമ്പേഴ്സാണ് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയിൽ ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ: ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോർപ്പറേഷൻ വാസ്. ഇൻ്റർനാഷണൽ ഇയർ ഏതായിരുന്നു? 2012, 15, 2000, 1985. 2012 ആണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോർപ്പറേഷനായിട്ട് ആചരിച്ചത്. 2012 ആണ് കറക്റ്റ് ഓപ്ഷൻ. വിച്ച് പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് കാർവേ പ്രിൻസിപ്പിൾ? കാർവേ പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത് ഏത് പ്രിൻസിപ്പിളാണ്? ICAയുടെ 7 പ്രിൻസിപ്പിളിൽ ഏതാണ് കാർവേ പ്രിൻസിപ്പിൾ എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ: വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോഓപ്പറേഷൻ അമംഗ് കോഓപ്പറേറ്റീവ്സ്, ഡിവിഡൻഡ് ഓൺ പർച്ചേസ്. കറക്റ്റ് ഓപ്ഷൻ സി ആണ്, കോഓപ്പറേഷൻ അമംഗ് കോഓപ്പറേറ്റീവ്സ് ആണ്. വിജിലൻസ് ഓഫീസർ ഈസ് അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ ഓഫ് ഡാഷ്? വിജിലൻസ് ഓഫീസർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? 63, 68, 72, 9. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, 68A പ്രകാരമാണ് വിജിലൻസ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 63 എന്താണ്? ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: പ്രസൻറ്റ് ഡയറക്ടർ ജനറൽ ഓഫ് ICA ഈസ്. ICAയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? ബ്രൂണോ റോളൻസ്, ഡെയിൻ പോളിൻ ഗ്രീൻ, രാംദാസ് പന്തലു, നൺ ഓഫ് ദി അബോവ്. ആരാണ്? ബ്രൂണോ റോളൻസ് ആണ് ICAയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറലായിട്ട് ഇരിക്കുന്നത്. ഡെയിൻ പോളിൻ ഗ്രീൻ ഫസ്റ്റ് വുമൺ പ്രസിഡൻ്റാണ് എന്ന് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് ആർ ടു ബി രജിസ്റ്റർഡ് അണ്ടർ ദ KCS ആക്ട് ആസ് പെർ സെക്ഷൻ? ഏത് സെക്ഷനിലാണ് ലിമിറ്റഡ് ലയബിലിറ്റിയെക്കുറിച്ച് പറയുന്നത്? 2, 3, 4, 5. ഏതാണ്? 5 ആണ്. സെക്ഷൻ 5ലാണ് രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ദ മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ എ മെമ്പർ ഇൻ എ സൊസൈറ്റി? ഒരു മെമ്പർക്ക് മാക്സിമം കൈവശം വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഷെയറുകളുടെ എണ്ണം എത്രയാണ്? ഒരു സൊസൈറ്റിയിൽ നിന്ന് ഒരാൾക്ക് മാക്സിമം ഷെയർ എത്ര? അപ്പോൾ മൊത്തം ഷെയറിൻ്റെ, ഒരു സൊസൈറ്റിയുടെ മൊത്തം ഷെയറിൻ്റെ എത്ര ഭാഗം ഒരാൾക്ക് കൈവശം വെക്കാം? അയാൾക്ക് ഹോൾഡ് ചെയ്യാം. എത്ര പറ്റും? 1/5, 1/6, 1/2, 1/3. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? 1/5 ഷെയറാണ് ഒരാൾക്ക് കൈവശം വെക്കാൻ പറ്റുക. ഹു ഈസ് ദ ഓഥർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് എൻവയോൺമെൻറ്റ്? ഷൂൾസ്, എഡ്വേർഡ് ലോ, വില്യം കിങ്, റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് എൻവയോൺമെൻറ്റ് ആരുടെ ബുക്കാണ്? റോബർട്ട് ഓവൻ. ICA ഹാസ് ഡാഷ് തീമാറ്റിക് കമ്മിറ്റീസ്? ICAക്ക് എത്ര തീമാറ്റിക് കമ്മിറ്റികളുണ്ട്? 5, 4, 2, 10. കറക്റ്റ് ഓപ്ഷൻ 4 ആണ്. 4 കമ്മിറ്റികളാണ്, തീമാറ്റിക് കമ്മിറ്റികളാണ് ICAക്കുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, ബി. അടുത്ത ക്വസ്റ്റ്യൻ: ബർത്ത് പ്ലേസ് ഓഫ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ലാൻഡ് മോർഗേജ് ബാങ്ക്സ് ഈസ് ഡാഷ്? അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെയും മോർഗേജ് ബാങ്കിൻ്റെയും ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത് ജപ്പാൻ, ജർമ്മനി, ഇംഗ്ലണ്ട്, USA.
ജർമ്മനിയാണ് ബർത്ത് പ്ലേസ് ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക് ആൻഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. Committee for the Promotion of Advancement of Cooperatives (COPAC) established by ICI in dash 1970, 1980, 2001, 1971. കറക്റ്റ് ഓപ്ഷൻ 1971 കൊപ്പാക്. ICI കൊപ്പാക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1971. അടുത്ത ക്വസ്റ്റ്യൻ. The first ever India International Cooperative Trade Fair IICTF held at dash in 2019. ഇത് നടന്നത് എവിടെയാണ്? IICTF നടന്നത് എവിടെയാണ്? 2019 എവിടെ വെച്ച് നടന്നു? ലണ്ടൻ, പാരീസ്, ന്യൂഡൽഹി, നൺ ഓഫ് ദിസ്. കറക്റ്റ് ഓപ്ഷൻ ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിൽ വെച്ചാണ് IICTFൻ്റെ എന്ത് നടന്നത്? ട്രേഡ് ഫെയർ നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. മിൽമ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1980 ആൻഡ് വർക്കിംഗ് ഡാഷ് ടയർഡ് സ്ട്രക്ചർ. മിൽമ ഏത് ടയറിലാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ 2, 3, 4, 1. മിൽമ പ്രവർത്തിക്കുന്നത് 3 ടയർ സ്ട്രക്ചറിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദ ഫസ്റ്റ് രജിസ്ട്രാർ ജനറൽ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ട്രവാങ്കൂർ? ആരാണ്? ഗോവിന്ദപിള്ള, കെ ഗോവിന്ദപിള്ള, സി രാജഗോപാലാചാരി, സി ഗോവിന്ദപിള്ള, പി രാജഗോപാലാചാരി. കറക്റ്റ് ഓപ്ഷൻ സി ആണ്. സി ഗോവിന്ദപിള്ളയാണ് ഫസ്റ്റ് രജിസ്ട്രാർ ജനറൽ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ട്രവാങ്കൂർ. സി ഗോവിന്ദപിള്ള. അടുത്ത ക്വസ്റ്റ്യൻ. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1921, 1913, 1914, 1932. കറക്റ്റ് ഓപ്ഷൻ 1932. 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയും 1914 ട്രവാങ്കൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിയും 1932 മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്റ്റും പാസ്സായി. അടുത്ത ക്വസ്റ്റ്യൻ. വിത്തിൻ ഡാഷ് ഡേയ്സ് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഈസ് ടു ബി ഡിസ്പോസ്ഡ് ബൈ ദ രജിസ്ട്രാർ. രജിസ്ട്രാർ ഒരു സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നു. ആപ്ലിക്കേഷൻ കിട്ടി എത്ര ദിവസത്തിനുള്ളിലാണ്? അപേക്ഷ കിട്ടി എത്ര ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം? 60, 90, 30, 15. ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ 90 ആണ്. ഒരു ആപ്ലിക്കേഷൻ കിട്ടി 90 ദിവസത്തിനുള്ളിൽ അപേക്ഷയ്ക്ക് എന്ത് മറുപടി നൽകണം? ഒന്നുകിൽ രജിസ്ട്രേഷൻ നൽകും അല്ലെങ്കിൽ നൽകില്ല എന്നുള്ളത് രജിസ്ട്രാർ തീരുമാനമെടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. വിത്തിൻ ഡാഷ് ഡേയ്സ് അപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഷാൾ ബി ഡിസ്പോസ്ഡ് ബൈ ദ കമ്മിറ്റി. ഒരാൾ ഒരു സൊസൈറ്റിയിൽ മെമ്പർഷിപ്പിന് വേണ്ടി അപേക്ഷിച്ചു. അത് എത്ര ദിവസത്തിനുള്ളിൽ കമ്മിറ്റി തീരുമാനിക്കണം? മെമ്പർഷിപ്പ് നൽകണമോ വേണ്ടയോ എന്ന് എത്ര ദിവസത്തിനുള്ളിൽ തീരുമാനിക്കണം? 60, 90, 30, 15. കറക്റ്റ് ഓപ്ഷൻ 60 ആണ്. 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? മറുപടി നൽകണം. വിത്തിൻ ഡാഷ് ഡേയ്സ് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ ബൈലോ അമെൻമെൻറ്റ് ഈസ് ടു ബി ഡിസ്പോസ്ഡ് ബൈ ദ RCS. ഒരു അമെൻമെൻറ്റ് ബൈലോ അമെൻമെൻറ്റ് ചെയ്യാനുള്ള അപേക്ഷയിൽ എത്ര ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം? എത്ര ദിവസത്തിനുള്ളിലാണ്? 90 days ആണ്. 90 days. നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെയാണ് ഇവിടെയും. രജിസ്ട്രാർ ഒരു രജിസ്ട്രേഷൻ എത്ര ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞത് 90 ദിവസം. അതുപോലെ തന്നെ ഒരു ബൈലോ അമെൻമെൻറ്റ് ചെയ്യാനുള്ള അപേക്ഷയിലും എത്ര ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം? 90 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർ തീരുമാനമെടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ദ ലിമിറ്റേഷൻ പീരീഡ് ഫോർ ഡിസ്പോസിങ് ആൻ ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു ആൻ അപ്പെക്സ് സൊസൈറ്റി ബൈ എ സെൻട്രൽ സൊസൈറ്റി ഈസ് ഡാഷ് ഡേയ്സ്. അപ്ലിക്കേഷൻ ഫോർ ടു അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. ഒരു അപ്പെക്സ് സൊസൈറ്റിയിൽ ഒരു സെൻട്രൽ സൊസൈറ്റി അഫിലിയേഷന് വേണ്ടി അപ്പെക്സ് സൊസൈറ്റിയിൽ ഒരു സെൻട്രൽ സൊസൈറ്റി അഫിലിയേഷന് വേണ്ടി അപേക്ഷിച്ചാൽ അത് എത്ര ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം? അപ്പോൾ അവിടെ 60 ദിവസത്തിനുള്ളിലാണ് തീരുമാനം എടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. ICI റോപ്പ് വാസ് ഇനാഗുറേറ്റഡ് ബൈ. ICI റോപ്പ് ഇനാഗുറേഷൻ നടത്തിയത് നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഏരിയൽ ഗ്വാർക്കോ. ആരാണ്? നെഹ്റു ആണ് ICI റോപ്പ് ഇനാഗുറേഷൻ നടത്തിയത്. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കാപ്പെക്സ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഡാഷ്. കാപ്പെക്സിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? കൊല്ലം. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, കൊല്ലത്താണ്.
കോഓപ്പറേറ്റീവ് ഫ്ലാഗ് വാസ് ഡിസൈൻഡ് ബൈ ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ, NCCT, RBI, ICA. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ICA ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.